ഇതിപ്പോൾ ഞാൻ മുഴുവൻ അരിഞ്ഞ് കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അരിച്ചിലിനിടയിൽ ഇതാ ഇങ്ങനെ ആക്കണമെന്ന് എനിക്കൊരാഗ്രഹം, ഒരു രസം. അപ്പോൾ ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, ഇന്ന് വരെ ചെയ്തിട്ടില്ലാത്ത ഒരു തരം പയർ മെഴുക്കുരുട്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കി വന്ന പയറെല്ലാം കൂടെ അങ്ങോട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. കട്ടിംഗ് ബോർഡ് ഒന്നുമില്ല, എൻ്റെ കൈ തന്നെയാണ് കട്ടിംഗ് ബോർഡ്. ഒരു വിരലറയൊക്കെ ഇങ്ങോട്ട് ഞാൻ അങ്ങോട്ട് അരിഞ്ഞെടുത്തു. എന്നിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടൊന്ന് തിരുമ്മി എടുത്തു. കൂട്ടത്തിൽ 2-3 പച്ചമുളകും കൂടി അരിഞ്ഞങ്ങോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ചീനിച്ചട്ടി അങ്ങോട്ട് എടുത്ത് അടുപ്പിലോട്ട് വെച്ചു. എണ്ണ ഒഴിച്ചു, കടുകിട്ടു, കറിവേപ്പില ഇട്ടു. എന്നിട്ട് ഈ തിരുവി വെച്ചിരിക്കുന്ന പയറിനെ അങ്ങോട്ട് തട്ടണം. തട്ടിക്കഴിഞ്ഞിട്ടുണ്ടല്ലോ ഒരു തവി എടുത്ത് നന്നായിട്ട് അങ്ങോട്ടൊന്ന് ഇളക്കണം. ഇങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? അപ്പോൾ ചെയ്യുമെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഒന്നും കൂടെ ചെയ്തോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ഇളക്കണം. ഇളക്കി വെച്ചതിന് ശേഷം ഉണ്ടല്ലോ ബാക്കി വന്ന കറിവേപ്പില അങ്ങോട്ട് തട്ടിയിട്ട് കൊടുക്കണം. എന്നിട്ട് അങ്ങോട്ട് അടച്ചങ്ങോട്ട് വെക്കണം. എന്നിട്ട് തൻ്റെ ഇരിപ്പിടം പയർ മെഴുക്കുവരട്ടി വെക്കാനുള്ള ചട്ടിക്കായിട്ട് ഒഴിഞ്ഞു കൊടുത്താൽ നമ്മുടെ ചായപാത്രം ഉണ്ടല്ലോ, അതിനെയും അതിൻ്റെ പാത്രത്തിനെയും താങ്ങിയെടുത്ത് ഇവിടെ കൊണ്ട് വെക്കണം. പറ്റുമ്പോഴൊരു ഹായൊക്കെ കാണിക്കണം കേട്ടോ. എന്നിട്ട് ഒരു അരിപ്പ എടുത്ത് ചായ അങ്ങോട്ട് ഒഴിക്കണം. ഒഴിക്കുമ്പോൾ ഇത്തിരി ഗൗരവമൊക്കെ ആകാം. എനിക്ക് ആവശ്യത്തിലധികം ഉണ്ടായതുകൊണ്ട് ഞാനിവിടെ കാണിക്കുന്നു. അത് വേണമെങ്കിൽ മതി കേട്ടോ, ഓപ്ഷണലാണേ. എന്നിട്ട് പയറിനെ മറന്നിട്ടില്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്താനായിട്ട് അതിൻ്റെ അടപ്പെടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. നമുക്കിനി വീണ്ടും തിരിച്ച് ചായയിലേക്ക് വരാം. ഈ കപ്പിൽ നിന്ന് ആ കപ്പിലോട്ടും ആ കപ്പിൽ നിന്ന് ഈ കപ്പിലോട്ടും അങ്ങോട്ട് ഒഴിക്കാം. നമ്മൾ അടിപൊളി സാധനങ്ങൾ ചായ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള പരിണിത ഫലങ്ങളൊക്കെ കാണും. അതൊക്കെ ഒന്ന് ഏറ്റെടുക്കാൻ തയ്യാറാവണമെന്നേ. ഇതൊക്കെ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ട് ചായ കുടിക്കുമ്പോഴാണ് ഒരു രസമൊക്കെ തോന്നുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പാത്രങ്ങളൊക്കെ ഇതേപോലെ കഴുകി വൃത്തിയാക്കി വെക്കണം. എന്തായാലും നല്ല സൂപ്പർ ചായ കുടിക്കാനൊക്കെ ആയിട്ട് പോവുമല്ലേ. എന്നിട്ട് ചായ ഒഴിച്ച ഭാഗം ഒരു തുണി കൊണ്ട് ഇങ്ങനെ തുടച്ചൊക്കെ എടുക്കുക. വേണമെങ്കിൽ മതി കേട്ടോ, എനിക്ക് നിർബന്ധമാണ് ഇങ്ങനെയൊക്കെ. എന്നിട്ട് ഒരു പാത്രമല്ല ഒരു കപ്പ് എടുത്ത് അങ്ങോട്ട് വെക്കുക. എന്നിട്ട് നല്ല മനോഹരമായ ചായ അപ്പുറത്തും ഒന്നും വീഴാതെ കപ്പിലോട്ട് അങ്ങോട്ട് ഒഴിക്കുക. അതിൻ്റെ ആവിയൊക്കെ ഇങ്ങനെ പറന്നങ്ങോട്ട് നടക്കട്ടെ. ചായൻ്റെ ഒപ്പം കടി ആവശ്യമാണ് എന്നുള്ളവർ, പല്ല് തേച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് എന്നെപ്പോലുള്ളവർ, ജസ്റ്റ് വായൊന്ന് കഴുകിയാൽ മതി എന്നുള്ളവർ മാത്രം ഈ ഭാഗം കണ്ടാൽ മതി കേട്ടോ. ഓടിപ്പോയി ഒരു പാപ്പപത്രം തപ്പിയെടുക്കുക. അതിനകത്ത് നിന്നൊരു പാപ്പ അങ്ങോട്ട് എടുത്ത് വെളിയിൽ വെക്കുക. ജസ്റ്റ് വായം കൂടെ ഒന്ന് കഴുകാൻ മറക്കരുത് കേട്ടോ, ഇല്ലെങ്കിൽ ടേസ്റ്റൊക്കെ കൂടും. ഇനി ടേസ്റ്റ് കൂടി നാക്ക് കടിച്ചതിന് ഉത്തരവാദി അല്ല കേട്ടോ. അങ്ങനെ അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് പോയി നമ്മുടെ പയർ മെഴുക്കുവരട്ടി ഒന്ന് ഇളക്കി കൊടുക്കുക. മറന്നിട്ടില്ല എന്ന് ഓർമ്മപ്പെടുത്താൻ മാത്രം. എന്നിട്ട് ആ ഇളക്കിക്കൊണ്ടിരിക്കുന്ന പയർ മെഴുക്കുവരട്ടി അതിങ്ങനെ ഒന്ന് പരത്തി വെക്കുക കേട്ടോ. ഇത് എന്തിനാണെന്ന് വെച്ചാൽ പെട്ടെന്ന് അതിൻ്റെ വെള്ളമൊക്കെ വലിഞ്ഞ് വേകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നതാണ് സ്വാദിഷ്ടമായ പയർ മെഴുക്കുവരട്ടി. ഇത് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ വേറൊന്നുമില്ല കേട്ടോ, നിങ്ങളുണ്ടാക്കുന്ന പോലെ തന്നെയുള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.